ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നിരഞ്ജനും നിശാന്തിനും വേണ്ടിയിട്ടുള്ള സ്കൂൾ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് എന്തിനായിരിക്കും? വേനലവധി ആവാൻ വേണ്ടിയിട്ട്. വേനലവധി അങ്ങോട്ട് കഴിയാറാകുമ്പോഴത്തേക്കിന് പിന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഇനി പുതിയതായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം സ്കൂളിലേക്ക് പോകുമ്പോൾ, ആ ഒരു പർച്ചേസിന് പോകുന്നത്. അതൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. എനിക്ക് പണ്ടെന്നല്ല ഇപ്പോഴും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനും ചേച്ചിയുടെ കൂടെ പോയി. വലിയ വലിയ ഷോപ്പിങ്ങിനൊക്കെ ഞങ്ങളിവിടെ പോകുന്നത് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റിലാണ്. ആദ്യം തന്നെ ബാഗ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ബാഗ്സ് മാത്രമല്ല, ഇവിടെ അലങ്കാർ സൂപ്പർ മാർക്കറ്റിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സീസണിൻ്റെ അനുസരിച്ച് അവർ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ മൊത്തം ക്രിസ്മസ് ഐറ്റംസ് ആയിരിക്കും. ഇപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്ന കാലമായതുകൊണ്ട് ഈ കയറി ചെല്ലുന്ന ആ ഒരു ഫ്രണ്ട് ഏരിയ തന്നെ അവർ സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊന്നും അധികം പോയി കിടന്ന് അവിടെ ഇവിടെ ഒന്നും തപ്പേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ സ്ഥലത്ത് തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബാഗ് നോക്കി. അവർക്ക് സ്കൂബിയുടെ ബാഗ് തന്നെ മതി. അതിന് കാരണം അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ഗൺ കിട്ടും പോലും. പക്ഷേ അത് ഇത്തവണ ഇല്ലയെന്നാണ് അവർ പറഞ്ഞത്. അപ്പിന് പിള്ളേർക്ക് ബാഗ് വേണ്ട എന്നുള്ള, എന്നാൽ പിന്നെ വേറെ എവിടെ നിന്ന് ഇങ്ങനെ നോക്കാം, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പോഴത്തേക്കിനും അവിടുത്തെ ചേച്ചിമാർ പിന്നെ പഴയ ഓൾഡ് സ്റ്റോക്കിൽ നിന്ന് 2 വാട്ടർ ഗണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഹാപ്പിയായി. അങ്ങനെ ബാഗൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബോക്സ് നോക്കി. അവർക്ക് തുറക്കാൻ പാകത്തിനുള്ള, എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ലഞ്ച് ബോക്സാണ് നോക്കിയത്. അതും അങ്ങനെ സെലക്ട് ചെയ്തു. അവർക്ക് ബ്ലൂ കളർ തന്നെ മതി. അപ്പോൾ ആ ചേച്ചിമാർ കുറച്ച് ബുദ്ധിമുട്ടി. ഇങ്ങനെ കളേഴ്സൊക്കെ നോക്കി അവസാനം എന്തായാലും ബ്ലൂ കളർ തന്നെ കിട്ടി. അതിനുശേഷം ബോക്സ് എടുത്തു. ബോക്സ് ആദ്യമേ അവർ ഒരു മാഗ്നറ്റിക് ടൈപ്പ് ഓപ്പൺ ചെയ്യുന്ന ബോക്സാണ് നോക്കിയത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോക്സ് തന്നെ എടുത്തു. ഇവർ ടീംസാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെയുള്ള 2 വേണമല്ലോ. പിന്നെ ബുക്സിൻ്റെ സെക്ഷനിലോട്ടെത്തി. ബുക്സ് അവർക്ക് ടീച്ചർ ഓൾറെഡി തന്നെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര ബുക്സ്, നമ്പർ ഓഫ് ബുക്സ് എത്ര വേണം, എങ്ങനത്തെ വേണം, വലുത് വേണം ചെറുത് വേണം, അതൊക്കെ ഓൾറെഡി ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബുക്സൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇനി അവർക്ക് കളർ വാങ്ങിക്കാൻ പോവുകയാണ്. ക്രയോൺസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അവനിങ്ങനെ ആ ഒരു കാട്ടിലൊക്കെ കയറിയിരുന്ന് സുഖമായിട്ട് ഇങ്ങനെ വലിയ ആളെ പോലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടന്മാരുടെ കൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്രയോണൊക്കെ എടുത്തു. ഫേബർ കാസ്റ്റിൻ്റെ ആണ് എടുത്തത്. പിന്നെ അതിന് ശേഷം ഗം എടുത്തു, സ്കെയിലൊക്കെ എടുത്തു. അതൊക്കെ പിന്നെ പെൻസില് റബ്ബറൊക്കെ ഓൾറെഡി അവരുടെ അച്ഛൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ എല്ലാ ഒരുവിധ സാധനങ്ങളെല്ലാം എടുത്തു. ബ്രൗൺ പേപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പതിയെ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നു. നല്ല മഴയായത് കാരണം പെട്ടെന്ന് തന്നെ ഷോപ്പിങ്ങൊക്കെ തീർത്ത് മഴയ്ക്ക് മുന്നേ കാറി കയറുക, സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു മോട്ടീവായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു ബേക്കറി കയറിയിട്ട് പിള്ളേർക്ക് ഫലൂഡ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫലൂഡ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ബർഗർ വാങ്ങിച്ചു. പിന്നെ ഞാനും ചേച്ചിയും കോൾഡ് കോഫിയാണ് കുടിച്ചത്. വലിയൊരു ഫലൂഡയായിരുന്നു. അതെന്തായാലും അവർ ഒറ്റയ്ക്ക് കഴിക്കില്ല. പിന്നെ ഏട്ടയും ചേച്ചിയും കൂടെ ഒക്കെ ബാക്കിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് തീർത്തു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം എന്താണ് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പതിയെ നോക്കാം. അവരപ്പം 2 പേരും അവരവരുടെ ബാഗിൽ, നമ്മൾ കവറൊന്നും പ്രത്യേകം കൊണ്ടുപോയില്ല. വാങ്ങിച്ച സാധനങ്ങളെല്ലാം 2 ബാഗിലും ആക്കി തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവർ ബാഗിൽ നിന്ന് ഓരോരോ സാധനങ്ങളായി പുറത്തുവിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് നെയിം സ്ലിപ്പും ഒരു കളറിംഗ് ബുക്കും ഉണ്ടായിരുന്നു. പിന്നെ അവർ വഴക്കിട്ട് വാങ്ങിച്ച അവരുടെ വാട്ടർ ഗണ്ണും. പിന്നെ വാങ്ങിച്ചത് ബോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ബാഗിനായിട്ടുള്ളത് 782 രൂപയാണ്. പിന്നെ ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സ് ഇവർക്ക് തുറക്കാൻ പറ്റുന്ന പോലത്തെ നല്ല ക്ലിപ്പൊക്കെ കണ്ടില്ലേ, എക്സ്ട്രാ ഒരു ക്ലിപ്പൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇൻ കേസ് ക്ലിപ്പൊക്കെ പൊട്ടിപ്പോവാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ക്ലിപ്പ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കുഞ്ഞൊരു ബോക്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് 699 രൂപയാണ്. എന്താല്ലേ, ലഞ്ച് ബോക്സിനൊക്കെ ഇപ്പം നല്ല വിലയാണ്. അതുപോലെ തന്നെ പല വെറൈറ്റി ലഞ്ച് ബോക്സും ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇത്ര അധികം വെറൈറ്റീസ് കണ്ടിട്ടില്ല. പിന്നെ അടുത്ത പെൻസിൽ ബോക്സാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെൻസിൽ ബോക്സ് തന്നെയാണ് വാങ്ങിച്ചത്. അതിന് 76 രൂപയാണ് ഒരെണ്ണത്തിന്. 2 പേർക്ക് സെയിം ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഷാർപ്നർ വാങ്ങിച്ചു. അതിനൊരു 12 രൂപയായിട്ടേ ഉള്ളൂ. അതൊക്കെ ആകുമ്പോൾ തന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നെ ബുക്കിനൊക്കെ ഒരു 10 ബുക്കിൻ്റെ റൂൾഡ് ആയിട്ടുള്ള 10 ബുക്കിന് 430 രൂപ. പിന്നെ A4 സൈസ് ബുക്കിന് 60 രൂപ. പിന്നെ 4 ലൈൻ 2 ലൈൻ അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ ഈച്ച് 35 രൂപ.
പിന്നെ മാത്സിൻ്റെ ബുക്കുണ്ട്, അതിന് 60 രൂപ. അങ്ങനെയൊക്കെയാണ് റേഞ്ച് ആയിട്ടുള്ളത്. പിന്നെ സ്കെയിൽ 5 രൂപയായിട്ടുള്ളൂ. പിന്നെന്താ, പിന്നെ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പേഴ്സ്, അത് വലിയ റോള് വാങ്ങിച്ചിട്ടുണ്ട് ടെസ്റ്റൊക്കെ പൊതിയാനായിട്ട്. പിന്നെ ചെറിയ റോള് നോട്ട്ബുക്ക് പൊതിയാനായിട്ട്. വലിയ റോളിന് 55 രൂപ, ചെറിയ റോളിന് 36 രൂപ. അങ്ങനത്തെ 2 സെറ്റ് വീതം വാങ്ങിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 സെറ്റ്, ഒരു വലുതൊരു ചെറുത്, അങ്ങനെയുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൂ, അത് സ്റ്റിക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്, അതിന് 35 രൂപ. പിന്നെ ക്രയോൺസ് വാങ്ങിച്ചതിന് എന്തോ 60 രൂപ, ആ ഒരു റേഞ്ചാണ്. പിന്നെ അവർക്ക് 2 മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാഡ്ബറി സെലിബ്രേഷൻ എന്ന് പറയുന്ന പാക്ക്. അതിൻ്റെ അകത്ത് കാഡ്ബറിയുടെ തന്നെ പലതരം മിഠായിസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ ഡയറി മിൽക്ക്, 5 സ്റ്റാർ അങ്ങനെയൊക്കെയുള്ള, അതപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ആ ഒരു 2 മിഠായി. പിന്നെന്താ, ഇനി ഇവർ 2ാം ക്ലാസ്സിലോട്ടാണ് കേട്ടോ. പിന്നെ ആ സ്കെയിലിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനോ പിടിക്കാനോ ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു സ്കെയിലിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ്. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.